ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ UGC നെറ്റ് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആകെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൊമേഴ്സിൻ്റെ ക്ലാസ്സുകളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ബിസിനസ് ഫിനാൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് ഫിനാൻസ് എന്ന യൂണിറ്റ് കംപ്ലീറ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. എന്താണ് ബിസിനസ് ഫിനാൻസ്? ഒരു കമ്പനിക്ക് അതിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിറ്റർമിൻസ് ഹൗ എ കമ്പനി റൈസ് ദ ഫണ്ട്സ് കണ്ടക്ടിങ് ബിസിനസ് ആസ് വെൽ as ഹൗ ഇറ്റ് വിൽ റീഇൻവെസ്റ്റ് ഇറ്റ്സ് പ്രോഫിറ്റ് ഓർ ഡിസ്ട്രിബ്യൂട്ട് them to shareholders. It is a managerial activity which is concerned with the planning and കൺട്രോളിങ് ഓഫ് ഫേംസ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് മെയിനായിട്ട് രണ്ട് കാര്യമാണ്, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ടും യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ടും. അതായത് ഫണ്ട് കണ്ടെത്തുന്ന വഴിയും അത് യൂട്ടിലൈസ് ചെയ്യുന്ന വഴിയും. അതാണ് ബിസിനസ് ഫിനാൻസിൽ നമ്മൾ പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ പറയുന്നത് ബിസിനസ് ഫിനാൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. 3 ഒബ്ജക്റ്റീവ്സ് ആണ് മെയിനായിട്ട് വരുന്നത്: പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് വാല്യൂ മാക്സിമൈസേഷൻ. ഫസ്റ്റ് നമുക്ക് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റിലേക്ക് കടക്കാം. According to this view, the aim of financial management is to earn the maximum rate of profit on capital employed to safeguard economic interest of the person who have contributed fund with when the company is carrying out its operation. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കമ്പനി മാക്സിമൈസ് ചെയ്യുന്നത് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ, അതിൻ്റെ മെയിൻ ഉദ്ദേശമായിട്ട് പറയണമെന്ന് വെച്ചാൽ, ഈ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ സമയത്ത് അതിലേക്ക് ഫണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേഴ്സൺസ് ഉണ്ടായിരിക്കും. അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു ഫേം മാക്സിമൈസ് ചെയ്യണം അവരുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ആണ്. എയിം അറ്റ് മാക്സിമൈസിങ് വെൽത്ത് അറ്റ് ഷെയർ ഹോൾഡേഴ്സ് ബൈ ഇൻക്രീസിങ് ഏർണിങ്സ് പെർ ഷെയർസ് ഇൻ ലോങ് റൺ. It states that every financial decision should be based on cost-benefit analysis. If benefit is more than cost, the decision will help to increase wealth and vice versa. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്, ഒരു ഫേം എന്ത് ചെയ്യേണ്ടതുണ്ട്, അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിട്ടാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസിഷൻ ആയിരിക്കും വേ ടു മാക്സിമൈസ് വെൽത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസിൻ്റെ ബേസിലായിരിക്കും. അതായത് ബെനഫിറ്റ് കൂടുതലാണ് കോസ്റ്റിനേക്കാൾ എങ്കിൽ അവിടെ എന്തായിരിക്കും, നമുക്ക് വെൽത്ത് കൂട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. എന്നാൽ ബെനഫിറ്റ് കുറവും കോസ്റ്റ് വളരെ കൂടുതലാണെങ്കിൽ അത് നമ്മുടെ വെൽത്ത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് വെൽത്ത് മാക്സിമൈസേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വാല്യൂ മാക്സിമൈസേഷൻ ആണ്. ബ്രോഡർ കോൺസെപ്റ്റ് ദാൻ വെൽത്ത് മാക്സിമൈസേഷൻ. ഇറ്റ് സീക്സ് ടു മാക്സിമൈസ് നോട്ട് ഓൺലി ദ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ബട്ട് ഓൾസോ വാല്യൂ ഓഫ് ഓൾ ഫിനാൻഷ്യൽ അസറ്റ്. അതായത് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ മാത്രമല്ല അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്, എന്തും കൂടിയാണ് ഫിനാൻഷ്യൽ അസറ്റ്. എല്ലാ ഫിനാൻഷ്യൽ അസറ്റും കൂടെ അതിലെന്തായിരിക്കും, വാല്യൂ നമ്മൾ മാക്സിമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. ഫസ്റ്റ് വൺ, ഇക്വിറ്റി ഷെയർസ്. ദേ ആർ ദ ഓണർ ഓഫ് ദ കമ്പനി ആസ് ദേ അണ്ടർടേക്ക് ഹയസ്റ്റ് റിസ്ക്. കോസ്റ്റ് ഓഫ് ഷെയർസ് ഈസ് യൂഷ്വലി ഹയസ്റ്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ റെഫേർഡ് ടു ആസ് ദ റെസിഡ്യുവൽ ഓണേഴ്സ്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് പെർമനന്റ് ക്യാപിറ്റൽ. കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. കാരണം അവരാണ് ഏറ്റവും ഹയസ്റ്റ് റിസ്ക് എടുക്കുന്ന പാർട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരെ നമുക്ക് എന്തെന്ന് പറയാം, റെസിഡ്യുവൽ ഓണേഴ്സ് എന്ന് പറയാം. കാരണം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മുഴുവൻ ആർക്കുള്ളതാണ്, ഇവർക്കുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് ആണ്. റിസീവിംഗ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് ഡിക്ലെയർഡ് ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. റിസീവിംഗ് ദെയർ ക്യാപിറ്റൽ ആഫ്റ്റർ ദ ക്ലെയിം ഓഫ് ക്രെഡിറ്റേഴ്സ് ഹാവ് ബീൻ സെറ്റിൽഡ് അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ. അതായത് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ആര് സെറ്റിൽ ചെയ്തിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റിട്ടേൺ ഏർണിങ്സ് ആണ്. എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി മസ്റ്റ് പ്ലഫ് ബാക്ക് എ റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഇൻ എവറി ഇയർ. കീപ് ഇൻ വ്യൂ ദ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഇൻ ദിസ് റിഗാർഡ് ആൻഡ് ഇറ്റ്സ് ഓൺ എക്സ്പാൻഷൻ പ്ലാൻസ്. ഇറ്റ് ഡു നോട്ട് involve explicit cost in the form of interest, dividend and flotation cost. It also referred to as the internal equity tax. They are sacrifice made by equity shareholders. അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്താക്കും, എല്ലാ വർഷവും
ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഫിക്സഡ് എമൗണ്ട് എന്താക്കുന്നുണ്ടാവും, ലീഗൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടി കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ആ ഒരു കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള പ്ലാൻസിന് വേണ്ടിയിട്ടായിരിക്കും അതിൽ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഇൻവോൾവ് ആവുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റേർണൽ ഇക്വിറ്റി എന്ന് പറയാം. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിൽ നിന്നും സാക്രിഫൈസ് ചെയ്ത എമൗണ്ടാണ് ഈ ഒരു റിട്ടേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡിബഞ്ചേഴ്സ് ആണ്. ഇറ്റ് ആർ ദ ഇൻസ്ട്രുമെൻറ്റ് ഫോർ റൈസിംഗ് ലോങ് ടേം ഡെപ്റ്റ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റൈസ്ഡ് ത്രൂ ഡിബഞ്ചേഴ്സ് ഈസ് ക്വയറ്റ് ലോ സിൻസ് ദ ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി ചാർജ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ബിഫോർ ടാക്സ്. From investors' point of view, debentures offer more alternative prospect than the preference shares, since interest on debenture is payable when or not the companies make profit. നമ്മുടെ ലോങ് ടേം ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, അത് റൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്താ പറയുന്നത്, ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും, പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ആ കമ്പനി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡിബഞ്ചർ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ട്രേഡ് ക്രെഡിറ്റ് ആണ്. ഈസ് കോമൺലി യൂസ്ഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ ആസ് എ സോഴ്സ് ഓഫ് ഫിനാൻസിങ്. ഇറ്റ് ഈസ് ദ ക്രെഡിറ്റ് എക്സ്റ്റെൻഡഡ് ബൈ വൺ ട്രേഡ് ടു അനദർ ഫോർ ദ പർപ്പസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പർച്ചേസ് ഓഫ് സപ്ലയർ വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. ട്രേഡ് ക്രെഡിറ്റിന് ക്രെഡിറ്റിന് നമ്മൾ ട്രേഡ് ചെയ്യാണ്, അതായത് നമുക്ക് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ചെയ്യാണ്ട് തന്നെ ക്രെഡിറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ട്രേഡ് ക്രെഡിറ്റ് പറയുന്നത്. ഫാക്ടറിങ്, സെല്ലിംഗ് ദ റിസീവബിൾസ് ഓൺ അക്കൗണ്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ടു അനദർ പാർട്ടി അറ്റ് എ ഡിസ്കൗണ്ട്. ദ ബയർ ഓഫ് ദ റിസീവബിൾ ഈസ് കോൾഡ് ഫാക്ടർ. ഫാക്ടർ മേ ബി കൊമേഴ്ഷ്യൽ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ കമ്പനി. അതായത് നമ്മൾ ഡിസ്കൗണ്ടിന് സെയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഈ ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്, ഈ ഒരു ബയ്യറിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഫാക്ടർ എന്ന് പറയുന്നത് ആരാവാം, ഫിനാൻഷ്യൽ കമ്പനീസോ ബാങ്കോ അങ്ങനെ ആരും ആവാം. നെക്സ്റ്റ് വന്ന് പബ്ലിക് ഡെപ്പോസിറ്റ് ആണ്. ഡെപ്പോസിറ്റ് ആർ റൈസ്ഡ് ബൈ ഓർഗനൈസേഷൻ directly from the public are known as public deposit. It are beneficial to both the depositor as well as to organization. It do not usually create any charge on asset of the company. അതായത് ഡയറക്റ്റ്ലി പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത് ബോത്ത് ഓർഗനൈസേഷനായാലും ഡെപ്പോസിറ്റേഴ്സിനായാലും ബെനിഫിഷ്യൽ ആയിട്ടൊന്നാണ്. ലാസ്റ്റ് വൺ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആണ്. ഷോർട്ട് ടേം ഡെപ്റ്റ് ആൻഡ് സെക്യൂർഡ് പ്രോമിസറി നോട്ട്സ് ഇഷ്യൂഡ് ബൈ ദ കമ്പനീസ് ടു മീറ്റ് ദെയർ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ, ജനറലി ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ലെസ് ദാൻ ഫേസ് വാല്യൂ. എമൗണ്ട് റൈസ്ഡ് ബൈ ദ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഈസ് വെരി ലാർജ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് ടേം ഡെപ്റ്റ് ക്യാപിറ്റലിന് റൈസ് ചെയ്യാനുള്ളത്. എന്നാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒന്നാണ് ഡെപ്റ്റ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈസ് ചെയ്യുന്ന ഫണ്ടാണ് എന്തെന്ന് പറയുന്നത്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. തൽക്കാലം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വെച്ച് നിർത്താം. ബാക്കി ക്ലാസ്സുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഒരു യൂണിറ്റ് മൊത്തം ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ കാരണം നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇത്ര മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.